നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ പായസ വിതരണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, KR രാധിക, രഘു കരിയനൂർ, MC ഐജു, നജീബ്, റസാഖ്, വർഗീസ്, AU മനാഫ് എന്നിവർ നേതൃത്വം നൽകി. 500ഓളം പേർക്ക് പായസം വിതരണം ചെയ്തു. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനായി മെയ് 25 മുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനാകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിലവിൽ 3,61,044 സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ VHSC സ്കൂളുകളിൽ 33,000 സീറ്റുകളും പോളിടെക്നിക് ITI സ്ഥാപനങ്ങളിലായി 30,545 സീറ്റുകളും ലഭ്യമാണ്. SSLC പരീക്ഷ പാസായ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കർ വഴി ലഭ്യമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് അറിയിച്ചു. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സർട്ടിഫിക്കറ്റുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനാണ് നടപടി. അതേസമയം SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടാത്ത വിദ്യാർത്ഥികൾക്കായുള്ള സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടക്കും. പരമാവധി 3 വിഷയങ്ങൾക്കാണ് സേ പരീക്ഷ എഴുതാൻ അവസരം നൽകുക. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും അപേക്ഷിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. തിങ്കളാഴ്ച മുതൽ ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഉത്തരക്കടലാസിന്റെ ഫോട്ടോ കോപ്പി ആവശ്യപ്പെടുന്നതിനും ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കുന്നംകുളം ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നിറമാല മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെ നടന്ന വിശേഷാൽ പൂജകളോടെയും പറവെപ്പോടെയുമാണ് പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉച്ചതിരിഞ്ഞ് വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വർണ്ണാഭമായ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് വൈകിട്ട് 6:30 വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആഘോഷവരവുകൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. രാത്രി 7 കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പേരുകേട്ട 6 ഗജവീരന്മാർ അണിനിരുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് പ്രശസ്ത വാദ്യകലാകാരൻ ആലങ്കോട് മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള ഗംഭീര പാണ്ടിമേളം അകമ്പടിയേകി. തെയ്യം തിറ തുടങ്ങിയ പാരമ്പര്യ കലാരൂപങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ ഉത്സവ ചടങ്ങുകൾ പൂർണ്ണതയിലെത്തി. നിരവധി ഭക്തജനങ്ങളാണ് മഹോത്സവത്തിൽ പങ്കുചേരാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് UDF കടവലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. പട്ടാമ്പി റോഡിലെ AP ആർക്കേഡിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച വിജയാഘോഷ പരിപാടി അക്കിക്കാവ് ജംഗ്ഷൻ വഴി പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. UDF നേതാക്കളായ ദേവദാസ്, നാസർ കടവലൂർ, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, ഉസ്മാൻ കല്ലാട്ടയിൽ, റസാഖ് കരിക്കാട്, റസാഖ് മണിയറക്കോട്, അബൂ പുത്തൻകുളം, ജമാൽ കോട്ടോൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ 2022 മുതൽ 2026 വരെ സേവനമനുഷ്ഠിച്ച വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഹവികാരിമാരായ ഫാദർ K ജോസഫ് ജോസ്, ഫാദർ ഗീവർഗീസ് K വിൽസൺ എന്നിവർക്കുള്ള യാത്രയയപ്പും പുതിയ വികാരിയായി നിയമിതനായ ഫാദർ മാത്യൂസ് K വർസോമയ്ക്കുള്ള സ്വീകരണവും നടന്നു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം പള്ളിയിൽ നടന്ന ചടങ്ങിൽ മുഴുവൻ ഇടവകാംഗങ്ങളും പങ്കെടുത്തു. ഇടവക മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ട്രസ്റ്റി PC റജി മാസ്റ്റർ, സെക്രട്ടറി റോഷിൻ P ജെയിംസ് എന്നിവർ ചേർന്ന് യാത്രയയപ്പ് നൽകുന്ന വൈദികർക്ക് ഇടവകയുടെ പാരിതോഷികങ്ങൾ നൽകി. ഇടവകയിലെ ആത്മീയ സംഘടനാ ഭാരവാഹികൾ വൈദികർക്ക് ഉപഹാരങ്ങൾ നൽകി. PC റജി മാസ്റ്റർ, റോഷിൻ P ജെയിംസ്, CK അപ്പുമോൻ, TC ശാന്ത എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ 40ാം ഡിവിഷനിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഡിവിഷൻ കൗൺസിലർ P തുളസി നേതൃത്വം നൽകി. പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് അമ്പലനട, NSS ഹയർ സെക്കൻഡറി സ്കൂൾ, DVLP സ്കൂൾ പ്രദേശത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്തു. യുവജന ക്ലബ് അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും നാട്ടുകാരും പ്രവർത്തനത്തിന്റെ ഭാഗമായി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ നാട്ടുകാരും പങ്കാളികളാകണമെന്ന് കൗൺസിലർ P തുളസി അഭിപ്രായപ്പെട്ടു. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊതുയോഗം നടത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് പ്രവർത്തന റിപ്പോർട്ടും പാസാക്കി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ, ഖജാൻജി K കേശവനെയും
17-അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ചരമം. പെലക്കാട്ട് പയ്യൂർ ചെറുവത്തൂർ പരേതനായ ചേറുകുട്ടി മകൻ തമ്പി നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. മിനി ഭാര്യയാണ് അരുൺ, ക്രിസ്റ്റി എന്നിവർ മക്കളാണ്. പഴഞ്ഞി മേലെപ്പട്ടിത്തടം അയ്യംകുളങ്ങര വീട്ടിൽ പരേതനായ ജോബിന്റെ ഭാര്യ താണ്ടക്കുട്ടി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. സില്ല, ബീന, ഷാനി, പ്രീതി, ജ്യോതി, പരേതനായ ജോയ്മോൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.